17ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപ്പാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ പ്രസ്താവനകൾ ഏതെല്ലാം? 1. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. 2. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 3. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഉത്തരം ഓപ്ഷൻ ബി 1 and 2. 18ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? 1. നിർമ്മല സീതാരാമൻ, 2. മൊറാർജി ദേശായി, 3. ചരൺ സിംഗ്. ഉത്തരം ഓപ്ഷൻ ബി 1, 2 and 3. 19ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. 2. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. 3. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ 1 and 2. 20ാമത്തെ ചോദ്യം, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി 91ാം ഭരണഘടനാ ഭേദഗതി. 21ാമത്തെ ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 3/2 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. 2. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 3. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 4. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഉത്തരം ഓപ്ഷൻ സി 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി.